ഇപ്പോൾ തോമാസ് ലീഗ മരിച്ച സ്ഥലവും അതുപോലെ പുണ്യപ്പെട്ട സ്ഥലമാണ്. അപ്പോൾ ഇവിടുന്ന് ആൾക്കാർ തീർത്ഥാടനത്തിനായിട്ട് മൈലാപ്പൂർ പോവും. അവിടുന്ന് ചുവന്ന മണ്ണ് എടുത്തുകൊണ്ട് വരും. ആ മണ്ണ് വെള്ളത്തിൽ കലക്കിയാണ് രോഗികൾക്ക് കൊടുത്തിരുന്നത് സുഖപ്പെടാൻ വേണ്ടിയിട്ട്. ഒന്നും വേറെ മരുന്നുകളധികമൊന്നുമില്ല. അപ്പോൾ അതിന് ഈ മണ്ണ് ഒരു ചികിത്സാ വിധിയായിട്ട് ഉപയോഗിച്ചത്. രണ്ടാമത് ആ മണ്ണ് എടുത്തുകൊണ്ടെന്ന് കുഞ്ഞുങ്ങൾ പള്ളി വരുമ്പോൾ അമ്മയും കൊച്ചും പ്രസവം കഴിഞ്ഞ് 40 ദിവസം, ആൺകുട്ടികളാണെങ്കിൽ 40 ദിവസം, പെൺകുട്ടികളാണെങ്കിൽ 80 ദിവസമാണ് പള്ളി വരുന്നത് ശുദ്ധീകരണ പ്രക്രിയ കഴിഞ്ഞിട്ട്. അതും പള്ളിയിലേക്ക് അവർ സ്വീകരിക്കുന്നത് തോമാശ്ലീഹയുടെ കബറിടത്തിനടുത്ത മണ്ണ് തെളിച്ചാണ്. തോമാശ്ലീഹയുടെ കുഴിമഴത്തിൽ നിന്ന് മണ്ണെടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഈ 7 ക്രൈസ്തവ കേന്ദ്രങ്ങളില്ലേ, അവിടെ നിന്ന് എടുത്ത മണ്ണ് തോമാശ്ലീഹ പ്രേക്ഷിതപ്രവർത്തനം നടത്തിയെന്ന് പറയുന്ന ഈ സ്ഥലങ്ങളിൽ നിന്ന് എടുത്ത മണ്ണാണ് അവിടെ നിന്ന് തെളിക്കുക. അപ്പോൾ 7 സ്ഥലങ്ങളുടെ പ്രാധാന്യം അതാണ്. അപ്പോൾ തോമാശ്ലീഹ സഞ്ചരിച്ച സ്ഥലം, പ്രഘോഷിച്ച സ്ഥലം പുണ്യപ്പെട്ട സ്ഥലമാണ്. ആ സ്ഥലം ഈ കുഞ്ഞ് ക്രൈസ്തവ മാർഗത്തിലേക്ക് കയറുമ്പോൾ, വിശ്വാസത്തിൻ്റെ സ്വീകരിച്ച് സഭയുടെ ഭാഗമാകുമ്പോൾ അവനെ ഈ പൈതൃകത്തിൽ സ്വീകരിക്കുന്നത് തോമാശ്ലീഹ കടന്നുപോയ സ്ഥലത്തെ മണ്ണ് തെളിച്ചാണ്. അപ്പോൾ 7 സ്ഥലങ്ങൾ പുതിയ ഒരു കുഞ്ഞിന് സഭയുടെ ഭാഗമാകുന്നതിന് അവനെ സ്വീകരിക്കുന്ന ഒരു ഇനീഷ്യേഷൻ സെറമണിയുടെ ഭാഗമായിട്ട് അവന് തളിച്ച് അവനെ സ്വീകരിക്കുന്നു. അപ്പോൾ 7 സ്ഥലങ്ങൾ അവൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാകുകയാണ്. മൈലാപ്പൂരിലെ മണ്ണില്ലെങ്കിൽ ഈ 7 സ്ഥലങ്ങളിൽ നിന്ന് ഏതെങ്കിലും സ്ഥലത്തെ മണ്ണാണ് അവൻ്റെ മേൽ തൂകുന്നത്. അപ്പോൾ ഇതൊരു പ്രത്യേകമായ ഒരു വിശിഷ്ടമായ ഒരു ആചാരമാണ്, പെട്ടെന്ന് കടന്നു വന്നതാണ്. തോമാശ്ലീഹയുടെ വരവിന് തെളിവാണത്.